ആ നീ എങ്ങോട്ടാണ് ഈ മലയാളി മങ്കയായിട്ട്? എവിടേക്കില്ല, ഇങ്ങോട്ട് വരുന്ന ഒരാളെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാ. അതാരാണ്? ഒരു വലിയ തമ്പുരാൻ. ഫസ്റ്റും വേഗം ഒന്ന് മാറ്റി ഒരുങ്ങിയ. തമ്പുരാനാണ് നമ്മളെ പച്ചയായ അവസ്ഥ കാണിച്ചു കൊടുക്കലല്ലേ, എന്നാലല്ലേ കണ്ടറിഞ്ഞ് വല്ല സമ്മാനം തരുള്ളൂ. അതിന് വരുന്നത് ക്രിസ്മസ് അപ്പൂപ്പനല്ല, സമ്മാനം തരാൻ വേണ്ടിയിട്ട് മഹാബലി തമ്പുരാനാണ്. എന്തായാലും തമ്പുരാനല്ലേ, തന്നിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാലോ. അപ്പൊ കഥയൊന്നും അറിയില്ല അല്ലേ? ഈ തമ്പുരാന്റെ കയ്യിലേ ഒന്നുമില്ല, ഉണ്ടായിരുന്ന സകലതും ദാനം ചെയ്തിട്ടേ ഇപ്പൊ കിടപ്പാടം പോലും ഇല്ലാണ്ടേ പാതാളത്തിൽ പോയി കഴിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞ തമ്പുരാൻ വരുന്നത് പ്രമാണിച്ച് നമുക്കൊന്നും കിട്ടൂല അല്ലേ? തമ്പുരാൻ വരുന്നതേ നമുക്കെന്തെങ്കിലും തരാൻ വേണ്ടിയല്ല, നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. എന്ത് കാര്യം? ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ട് നല്ലോണം അധ്വാനിച്ചിട്ട് നല്ലോണം പണം ഉണ്ടാക്കുക, എന്നിട്ട് അത് അർഹിക്കുന്നവർക്കെല്ലാം ദാനം കൊടുക്കുക. അങ്ങനെ അർഹിക്കുന്നവർ ഈ ദുബായിലാരാള്? ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയുന്ന തന്നെ ഒരാളുണ്ട്. ഓർത്തിട്ട് വയ്യ മനുഷ്യൻ്റെ കാര്യം. 10-20 കൊല്ലം പണിയെടുപ്പിച്ചിട്ടേ ഇന്ന് വരെ ശമ്പളം കൊടുത്തിട്ടില്ലാണ്. ഫ്രീ അക്കോമഡേഷനും ഫുഡും. അല്ല, ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടി താമസവും ഭക്ഷണം മാത്രം മതിയോ? പിന്നെ എന്തെല്ലാം ചിലവുണ്ട്. പിന്നെ ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പഴയ ഫോണ് കാണുമ്പോൾ സങ്കടമാകുന്നു. എന്തൊരു വിധിയാണിത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരോ? ഈ നമ്പറിൻ്റെങ്കിൽ ആളോട് ഇങ്ങോട്ട് വരാൻ പറയും, അയാൾക്ക് ഞാനൊരു ഫോണും വാങ്ങിക്കൊടുക്കാം, കുറച്ച് കാശും കൊടുക്കാം. ശരിക്കും ഞാൻ വിളിക്കട്ടെ? പിന്നല്ലാണ്ട് വിളിക്കുക. ഓണായിട്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തൂടെ? അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. 10-20 വർഷമായിട്ട് ഇവിടുത്തെ മുഴുവൻ പണിയെടുക്കുന്നതായിട്ട് ഒരു 5 പൈസ ഇന്ന് വരെ എനിക്ക് തന്നിട്ടുണ്ടാ. പോട്ടെ, വാങ്ങിത്തന്ന ഒരു ഫോണ് ഇത് ഏത് യുഗത്തിലാണ്? എടുക്ക് പറഞ്ഞ കാശും ഫോണും ഇങ്ങെടുക്ക്.